1 കിലോ മീൻ മത്തി 100 രൂപ കൊച്ചുമത്തി. അതുകൊണ്ട് നമ്മൾ 3 കൂട്ടം വിഭവം ഉണ്ടാക്കും. ഒന്നാമത്തത് മീൻ കറി മുളകിട്ടത്. അതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ മല്ലിപ്പൊടി ചേർക്കുന്ന കറി പെട്ടെന്ന് വളിച്ചു പോവും, അല്ല പിറ്റേ 2 ദിവസം പോലും ഇരിക്കില്ല. അതേസമയം മുളക് പൊടി വറുത്ത് ചേർത്ത് അതിനകത്തിൽ മല്ലിപ്പൊടി ചേർക്കാതിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണം ഇരിക്കും. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഉലുവാപ്പൊടി ഇല്ലാത്തതിനാൽ ഉലുവയാണ് ചേർക്കുന്നത്. കറിവേപ്പില ഞങ്ങളുടെ പരിസരത്തില്ലാത്തത് കൊണ്ട്, അയലക്കത്തെ വീട്ടിലൊന്നും പോയി മേടിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. ഉലുവയായിട്ട് തന്നെ ചേർത്തു. കടുക് ചേർത്തു. വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റി ഒരു നിറം മാറുന്നത് വരെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. കാശ്മീരി മുളക് പൊടിയാണ്. ഞങ്ങൾക്ക് എരിവ് അത്ര ഇഷ്ടമൊന്നുമുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുമത്തി ചേർത്ത് കൊടുക്കണം. ചേർത്ത് അതിനെ നന്നായിട്ട് അത് പിടിക്കുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടി അതിലൊന്ന് പിടിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയും അതിലേക്ക് അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കുടംപുളി എനിക്കുള്ളത് കൊണ്ട് അതിന് മാത്രം എനിക്കൊരു ക്ഷാമവുമില്ല. അതവിടെ നിന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ പറ്റിക്കാനും മീൻ വറക്കാനും മീൻ വറക്കാനുള്ളതെല്ലാം പുരട്ടി മാറ്റി വെച്ചു. അതിന് ശേഷം നമുക്ക് മീൻ പറ്റിക്കാനുള്ളതെല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നു. അടുപ്പേ വെക്കണം. അങ്ങനെ 1 കിലോ കൊച്ചുമത്തി കൊണ്ട് 3 വിഭവങ്ങൾ ഞാനിവിടെ റെഡിയാക്കി.